രഘുനാഥ്, വലിയൊരു ദുരന്തത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്കത്തിൽ നിന്ന് നമുക്കാർക്കും പെട്ടെന്നൊന്നും വിമുക്തരാവാൻ സാധിക്കില്ല. ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നാണ് താങ്കളുടെ നിഗമനം? ശ്രീ അനിൽ നമ്പ്യാർ, ഇതിനകത്ത് എൻജിൻ ഫെയിലിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബേർഡ് ഹിറ്റിന്റെ പോസിബിലിറ്റി ഉണ്ടാകും എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ആ എയർക്രാഫ്റ്റിന്റെ വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ഇതൊന്നും ആധികാരികമല്ല, നമ്മുടെ എല്ലാ ഊഹങ്ങൾ മാത്രമാണ്. നമ്മൾ സാധ്യതകളെ നമ്മൾ കിട്ടിയ നമുക്കുള്ള അറിവ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാണ്. ഫൈനലി ഇതിന്റെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാലേ കാര്യങ്ങൾ പുറത്തു വരുള്ളൂ. ബേർഡ് ഹിറ്റിന്റെ പോസിബിലിറ്റി 100% ഇല്ല എന്ന് വേണം കരുതാനായിട്ട്. കാരണം അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, വിഷ്വൽസിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ബേർഡ് ഹിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ എഞ്ചിൻ ഫെയിൽ ആകുമ്പോൾ ആ എഞ്ചിന്റെ അത് നമുക്ക് പുറകിൽ നിന്ന് കാണാൻ പറ്റും. എഞ്ചിന്റെ ഭാഗങ്ങളെല്ലാം തെറിച്ച് പുറത്തേക്ക് വരുന്നതും പുകയെല്ലാം ആയിട്ട് പുറത്തേക്ക് വരുന്നതും നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ കണ്ടിട്ടില്ല. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2, ഒരു എഞ്ചിനില് ഡാമേജ് വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ പിന്നെ ഒരു ബേർഡിന്റെ കൂട്ടം പിടിച്ചിട്ടുണ്ടാവണം. ഒരു എഞ്ചിനിന് ഡാമേജ് വന്നു കഴിഞ്ഞാലും ഇതിന് ഇത്രയധികം ത്രസ്റ്റ് ലോസ് വരില്ല. കാരണം ത്രസ്റ്റ് ലോസ് വരും ഒറ്റ എഞ്ചിൻ കൊണ്ട്. ലെവൽ ഫ്ലൈറ്റിലാണെങ്കിൽ ഒരു ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് ഈസി ആയിട്ട് അതിന് പറന്ന് അതിനടുത്ത ഡെസ്റ്റിനേഷനിൽ എന്നിട്ട് ലാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, സിംഗിൾ എഞ്ചിൻ വെച്ചുകൊണ്ട്. പക്ഷെ ഇവിടെ ടേക്ക് ഓഫ് റണ്ണിൽ തീർച്ചയായിട്ടും ത്രസ്റ്റ് ലോസ് ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് വിഷ്വൽസ് കാണുമ്പോൾ ആദ്യം ഇതിനെ നമ്മൾ ലെവൽ ഫ്ലൈറ്റിലാണ് കാണുന്നത്. ലെവൽ ഫ്ലൈറ്റിൽ പോകുന്ന വിമാനം എന്ന് പറഞ്ഞാൽ യൂഷ്വലി ടേക്ക് ഓഫ് റണ്ണിൽ അതായത് 600 അടി എങ്ങാണ്ടല്ലേ പോയിട്ടുള്ളൂ. 35,000 അടി പോകേണ്ട വിമാനം 600 അടിയല്ലേ പോയിട്ടുള്ളൂ. അപ്പൊ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവര് ഹൈറ്റ് ഗെയിൻ ചെയ്യാനാണ് ശ്രമിക്കുക. അതിനകത്ത് ഫ്യൂൽ സേവിങ്ങും സ്പീഡും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പിന്നെ ബേർഡ്സിനെ ഒഴിവാക്കുക, ഇതെല്ലാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ടേക്ക് ഓഫ് റണ്ണിൽ ഇത് ലെവൽ ഫ്ലൈറ്റിൽ വരിക എന്ന് പറയുന്നതിന്റെ സാധ്യത വളരെ കുറവ്. പക്ഷെ നമ്മളിവിടെ അത് വിഷ്വലി കാണുന്നുണ്ട്. 2, അതിനുശേഷം അതിനൊരു ഇച്ചിരി ലിഫ്റ്റ് കിട്ടുന്നുണ്ട്. അതിന്റെ നോസ് കുറച്ച് മുകളിലേക്ക് ലിഫ്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഫ്ലാപ്സ് റിട്രാക്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ആ വിങ്ങിന്റെ ഏറ്റവും പുറകിലായിട്ട് കാണും. നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വിങ്ങിന്റെ സൈഡിലുള്ള വിൻഡോയിൽ ഇരിക്കുന്നവർക്ക് കാണാം ഇത് പുറത്തേക്ക് ഇരിക്കുന്ന കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട്, പ്ലേറ്റ് പോലെ കുറച്ച് സാധനങ്ങൾ തള്ളി വരുന്നതായിട്ട്. ഇത് ടേക്ക് ഓഫിന്റെ സമയത്തും ലാൻഡിങ്ങിന്റെ സമയത്തുമാണ് ഫ്ലാപ്പ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ടേക്ക് ഓഫിന്റെ സമയത്ത് ഏകദേശം ഒരു 30 ഡിഗ്രി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡിങ്ങിന്റെ സമയത്ത് അതൊരു 45 ഡിഗ്രി എക്സ്റ്റെൻഡ് ചെയ്യും. ഈ ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വിമാനത്തിൽ ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ഫ്ലാപ്പ് എക്സ്റ്റെൻഡഡ് അല്ല എന്ന് പറയുന്നു. ഫ്ലാപ്പ് എക്സ്റ്റെൻഡഡ് അല്ല എന്നുണ്ടെങ്കിൽ ശ്രീ രഘുനാഥ്, വീഡിയോയിലെ വിദൂര കാഴ്ചയില് നേരെ തന്നെ ഇരിക്കുന്നു എന്ന് തോന്നിക്കുന്ന ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകൾ അല്ലേ? എക്സാക്ട്ലി അത് ഒരു പോസിബിലിറ്റി. പക്ഷെ പിന്നീട് വിമാനം അത് നോസ് അപ്പ് ആകുന്നുണ്ട്. അപ്പൊ ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. അപ്പൊ പൈലറ്റ് മറന്നാണോ എന്നറിയില്ല. പക്ഷെ ബോയിങ് 787 പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആധുനിക വിമാനങ്ങളിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ടേക്ക് ഓഫ് ടൈമിൽ എന്തെങ്കിലും എറർ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിനകത്ത് സിസ്റ്റം വാണിംഗ് കൊടുക്കാനുള്ള രീതിയിലാണ് ഈ വിമാനങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 എഞ്ചിനും കൂടെ ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ സാറേ, പിന്നെ ഒരു വിമാനത്തിലെ യാത്രയിലെ ഏറ്റവും റിസ്കിയസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 മിനിറ്റും, അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള 3 മിനിറ്റും ലാൻഡിങ്ങിന്റെ സമയത്തുള്ള 8 മിനിറ്റുമാണ്. അങ്ങനെ 11 മിനിറ്റാണ് ദ മോസ്റ്റ് റിസ്കിയസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എയർക്രാഫ്റ്റിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ട്, സിസ്റ്റംസ് എല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും തരുന്നത്. ഈ തന്നു കഴിഞ്ഞാലും ഈ ടേക്ക് ഓഫ് റണ്ണില്, കാരണം എക്സ്ട്രീം വൈബ്രേഷൻസും എക്സ്ട്രീം പ്രഷറുമാണ് ഈ മെഷീനിൽ എൻഡ്യൂർ ചെയ്യാൻ പോകുന്നത് ആ സമയത്ത്. പിന്നെ ഇപ്പോഴത്തെ ആധുനിക വിമാനങ്ങളിലെല്ലാം ഇത് കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആണ്. എഞ്ചിൻ പെർഫോമൻസ് പൂർണ്ണമായിട്ടും സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആണ്. ഒരു പക്ഷേ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഫെയിലിയറോ ആകാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഫെയിലിയർ സഡനായിട്ട് വരാം. 2 എഞ്ചിനും കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ എഞ്ചിൻ ഫെയിലിയർ എന്ന് പൈലറ്റ് പറഞ്ഞിട്ടില്ല. ത്രസ്റ്റ് കിട്ടുന്നില്ല, ലിഫ്റ്റ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1. രണ്ടാമത് ഇതിന്റെ ഫ്ലാപ്പിന്റെയും എലിവേറ്ററിന്റെയും സെറ്റിംഗിൽ ഉണ്ടായ പ്രോബ്ലം, അല്ലെ ട്രിം സെറ്റിംഗിൽ ഉണ്ടായ പ്രോബ്ലം. കാരണം ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ലെവൽ ഫ്ലൈറ്റിൽ പോയ വിമാനം പിന്നീട് പൊങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്ലാപ്പിന്റെ പൊസിഷനിൽ പൈലറ്റിന് കിട്ടിയ ഒരു എറർ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കാം. പിന്നെ ഇതിന്റെ എയർ ബ്രേക്ക് എങ്ങനെ അബദ്ധത്തിന് ഓപ്പൺ ആണോ എന്നറിയില്ല. കാരണം എയർ ബ്രേക്ക് ഓപ്പൺ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഇതിന് ലിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയില്ല, ആ ഒരു ത്രസ്റ്റ് കിട്ടില്ല. പിന്നെ ഇലക്ട്രോ ഹൈഡ്രോളിക്, കാരണം ഇതിന് മുമ്പ് ബോയിങ് 787 ഇതിന് മുമ്പ് ഒരിക്കലും ഇതുപോലെ തന്നെ ഹൈഡ്രോളിക് ഫെയിലിയർ കാരണം, ഹൈഡ്രോളിക് ലീക്കേജ് കാരണം പെട്ടെന്ന് തന്നെ നിലത്തിറക്കേണ്ട ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ കാര്യമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബോയിങ്ങിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന അവരുടെ മാനുഫാക്ചറിങ് കമ്പനിയിൽ ബോയിങ്ങിന്റെ ഇതിൽ വർക്ക് ചെയ്തിരുന്ന ഒരു എക്സ് എംപ്ലോയി ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയിങ്ങിന്റെ മാനുഫാക്ചറിങ്ങിൽ ഒരുപാട് ഷോർട്ട് കട്ടുകൾ അവർ എടുക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇവിടെ ആ ഒരു സാധ്യത നമുക്ക് ഒരുപാട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 12 വർഷം പഴയ വിമാനമാണ്. 2011 ബോയിങ് ആദ്യമായിട്ട് ഈ 787 ഡ്രീം ലൈനർ പുറത്തേക്ക് കൊണ്ടിരുന്നത്. നമ്മളിത് 13 മറ്റോ മേടിച്ച വിമാനമാണ്. അപ്പം ആ ഒരു സാധ്യത നേരത്തെ തന്നെ ഈ ഡ്രീം ലൈനറിൽ ചില ന്യൂനതകൾ കണ്ടെത്തിയിരുന്നു എന്ന വാർത്തകളും പുറത്ത് വരുന്നുണ്ട്. മാത്രമല്ല, നോക്കൂ, ഇത് ഡൽഹിയിൽ നിന്നാണ് അഹമ്മദാബാദിൽ എത്തിയത് ഈ ഫ്ലൈറ്റ്, അല്ലേ? ആ സമയത്ത് അതിൽ സഞ്ചരിച്ചിരുന്ന ഒരു യാത്രക്കാരൻ ഇതിൻ്റെ ചില ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി നേരത്തെ തന്നെ ഈ റിസ്ക് ഫാക്ടറുകൾ കണ്ടെത്തിയിട്ടും വേണ്ടത്ര പരിശോധന നടത്താതെ ടേക്ക് ഓഫിലേക്ക് പോയി എന്നുള്ളത് അത് വലിയൊരു അബദ്ധമായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? നേരത്തെ തന്നെ കംപ്ലൈൻസ് ഉണ്ട്. ഡ്രീം ലൈനറിൽ ഇത്തരത്തിലുള്ള കംപ്ലൈൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 2024 ഡിസംബറിലാണെന്ന് തോന്നുന്നു സമാനമായിട്ടുള്ള ചില ഇഷ്യൂസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ അന്നത് കണ്ടെത്തിയത് കൊണ്ട് അത് ഫ്ലൈ ചെയ്തില്ല. പക്ഷേ നോക്കൂ, ഇത് ഞാൻ ശ്രീമതി നുസ്രത്ത് ജഹാനോട് ചോദിച്ചതും അതാണ്. ഇതൊന്നും പെട്ടെന്നുണ്ടാകുന്നതല്ലല്ലോ, ആകസ്മികമായി സംഭവിക്കുന്നതല്ലല്ലോ. ഇത്രയും ദൂരം താണ്ടേണ്ട ഒരു ഫ്ലൈറ്റിന്റെ അതിന് പ്രവർത്തനക്ഷമതയുണ്ടോ എന്ന് ആത്യന്തികമായി പരിശോധിക്കേണ്ടവർ അവരുടെ ആ കൃത്യം അത് നിർവഹിച്ചില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്. അല്ലെങ്കിൽ അകത്ത് നിന്ന് മറ്റെന്തോ സംഭവിച്ചു, അവിടെയാണ് ചില ദുരൂഹതകൾ അവശേഷിക്കുന്നത്. ആ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവിടെ 96, അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയുണ്ട്. 96% എയർ ആക്സിഡൻസും ഹ്യൂമൻ എറർ കാരണമാണ് എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയുണ്ട്. കാരണം മെഷീൻ എറേഴ്സ് യൂഷ്വലി നമുക്ക് മുൻകൂട്ടി സിഗ്നൽ തരും എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ഓഫ് എ സഡൻ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്തൊരു FOD ഇഷ്യൂ, ഫോറിൻ ഒബ്ജക്ട് ഡാമേജ് എന്ന് പറയും. ഈ ഏവിയേഷൻ സേഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് FOD. റൺവേയിൽ എന്തെങ്കിലും ഫോറിൻ ഓബ്ജക്ട്സ് കിടന്നിട്ട് ഇത് എവിടെയെങ്കിലും ഇതിന്റെ എയർക്രാഫ്റ്റ് ഏത് ഭാഗത്തും, നമുക്കറിയാം ഒരു കോൺകോർഡിന്റെ ക്രാഷ് പോലും അങ്ങനെ സംഭവിച്ച കേസുകൾ നമുക്കുണ്ട്. ഫോറിൻ ഓബ്ജക്ട്സ് കയറി ഇതിൽ കുടുങ്ങിയിട്ട് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നറിയില്ല. അതല്ലാതെ മെയിൻ്റനൻസിന്റെ സമയത്ത് എവിടെയെങ്കിലും ഇതിനകത്ത് ഒരു നട്ട് പോലും വീണ് പോയിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് നടക്കുന്ന സമയത്ത് ഇത് എത്ര സമയം എടുത്താലും എന്തൊക്കെ അടിച്ച് തുറക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഇതിനെ എടുത്ത് മാറ്റാതെ ഈ വിമാനത്തിന് നമ്മൾ ഫ്ലൈറ്റ് ക്ലിയറൻസ് കൊടുക്കില്ല. ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു വിമാനത്തിന്റെ സാഡിൽ ടാങ്കിനകത്ത് ഒരു നട്ട് പോയിട്ട് അവൻ ആരോട് മിണ്ടിയില്ല, അവനെ എല്ലാവരും വഴക്ക് പറയുമെന്ന് വെച്ചിട്ട്. കാരണം ഇതൊരു 3 ദിവസത്തെ പണിയായി ഇതിനെ എടുത്തിട്ട് കംപ്ലീറ്റ് ഊരി എടുത്തിട്ട് നട്ട് വെളിയെടുക്കാനായിട്ട്. ഒരു തമിഴനായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അവൻ അന്ന് രാത്രി ഉറക്കം വന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വന്നുടനെ പുള്ളി പറഞ്ഞു, എൻ്റെ ഇതിങ്ങനെ ഒരു അബദ്ധം പോയിട്ടുണ്ട്, ഇതിനകത്തേക്ക് ഇത് പോയിട്ടുണ്ടെന്ന്. ഫ്യൂൾ ടാങ്കിലാണ് പോയിരിക്കുന്നത്. അപ്പം ഈ സാധനത്തിന് അത് എടുത്തില്ല എന്നിട്ട് ഭയങ്കര അപകടമാണ്. കാരണം ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി മറ്റേക്കാണ് റബ്ബ് ചെയ്തിട്ട് ഇവൻ തീ പിടിക്കാനുള്ള സാധ്യത വരെയുണ്ട്. പക്ഷെ ഇതിങ്ങനെയുള്ള മെയിൻ്റനൻസിൽ ചില പാളിച്ചകൾ ചിലപ്പോൾ ഈ ടെക്നിക്കൽ സ്റ്റാഫ് ചിലപ്പോൾ മറ്റുള്ളവർ വഴക്ക് പറയുമെന്ന് കുറച്ച് മിണ്ടായിരുന്നിട്ട് ഈ സാധനം വിമാനത്തിനുള്ളിൽ അവിടെ ഇവിടെയൊക്കെ പോസിബിൾ ആയിട്ടുള്ള സ്ഥലത്തെല്ലാം കയറി ഓടി നടക്കും. അങ്ങനെ ഏതെങ്കിലും കൺട്രോൾ ഇവൻ കയറി ജാം ആയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഇൻവെസ്റ്റിഗേഷനിൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനും സാധിക്കില്ല. കാരണം ഒരു കൺട്രോൾ ലോക്കായി പോയെങ്കിൽ അതിന്റെ റീസൺ എന്താ? ഇലക്ട്രിക്കൽ ഫെയിലിയർ ആകാം, ഹൈഡ്രോളിക് ഫെയിലിയർ ആകാം, അല്ലെ സോഫ്റ്റ്വെയറിന്റെ ഫെയിലിയർ ആകാം. അതും സംഭവിക്കാം. അപ്പൊ എഞ്ചിനോട്ട് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ തീർച്ചയായിട്ടും ഈ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ആളുകൾ ഇതിനകത്ത് സബോട്ടേജിന്റെ പോസിബിലിറ്റീസും തീർച്ചയായിട്ടും അവർ നോക്കും. കാരണം സബോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കയറി അതിനകത്ത് ബോംബ് വയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഇതിന്റെ മെയിൻ്റനൻസ് സ്റ്റാഫിലുള്ള ആരെങ്കിലും പോലും സ്വാധീനിച്ചിട്ട് ഇതിന്റെ മെയിൻ്റനൻസിന്റെ സമയത്ത് ഇതുപോലെയുള്ള ചെറിയ FODകൾ കാര്യമായിട്ടുള്ള കാതലായിട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കയറ്റി വിട്ടാൽ തന്നെ ധാരാളമാണ്. അതുകൊണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും, അത് മീഡിയ ആയാലും ഓഫീസായാലും ക്ലറിക്കൽ ആയാലും, അവിടെ എല്ലാം ഒരു സ്കോപ്പ് ഓഫ് എറർ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഒരു ക്ലറിക്കൽ വർക്കിലാണെന്നുണ്ടെങ്കിൽ ഡിഫൻസിൽ പോലും 10% ക്ലറിക്കൽ എറർ അനുവദനീയമാണ്. പക്ഷെ ഏവിയേഷനിലേക്ക് വരുമ്പോൾ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിലോ അല്ലെങ്കിൽ അതിന്റെ ഇതിൽ വരുന്ന സമയത്ത് 0% ആണ് എറർ ടോളറൻസ്.
അതായത് ഒരു 0.0001% പോലും എററിന് അവിടെ യാതൊരുവിധ സാധ്യതയില്ല. അപ്പം ശ്രീ അനിൽ നമ്പ്യാർ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരാൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അപ്പൊ അതിനകത്ത് പ്രോബ്ലംസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ക്രൂസ് അത് ഒബ്സർവ് ചെയ്ത് കാണും, അതിന്റെ പൈലറ്റ്സ് അത് ഒബ്സർവ് ചെയ്ത് കാണും. അങ്ങനെയുണ്ടെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് ഈ എയർക്രാഫ്റ്റിനെ ഗ്രൗണ്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട ആവശ്യമുള്ളതായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഇത് കറക്റ്റ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് വിടാൻ പാടില്ലായിരുന്നു. കാരണം 35,000-40,000 അടി ഉയരത്തിൽ പോകുന്നത് ഒരു അന്തോ കുന്തോ ഇല്ലാതെ പറക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 3 മിനിറ്റും അവസാനത്തെ 8 മിനിറ്റും ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമിങ്.